നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മാസത്തെ ക്ഷേമ പെൻഷനും ഒരു മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിനായി സർക്കാർ 3000 കോടി രൂപ കടമെടുക്കുന്നു. നിലവിൽ 5 മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത്. ഇത് കൊടുത്തു തീർക്കാൻ 4250 കോടി രൂപയാണ് വേണ്ടത്. ഈ സാമ്പത്തിക വർഷം, അതായത് ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെയും അടുത്ത വർഷം 3 മാസത്തെയും കുടിശ്ശിക തീർക്കുമെന്നായിരുന്നു ജൂലൈ മാസത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. വിധവാ പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, വാർദ്ധക്യകാല പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്കെല്ലാം ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. ഓണത്തോടനുബന്ധിച്ചുള്ള മറ്റു ചിലവുകൾ കണക്കിലെടുത്ത് ഈ സാഹചര്യത്തിൽ ഈ വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച 2 ഗഡു പെൻഷൻ തുകയിൽ 1 ഗഡു ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഇതേ രീതിയിൽ തന്നെ സെപ്റ്റംബർ മാസത്തിലും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും 3200 രൂപ വീതം എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്തിരിക്കണം. മസ്റ്ററിംഗ് സമയപരിധി സെപ്റ്റംബർ 30 വരെ സർക്കാർ നീട്ടി നൽകിയിരിക്കുകയാണ്. ഈ കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുടർന്നുള്ള പെൻഷൻ മുടങ്ങാതെ എത്തിച്ചേരും. വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.